നിനക്കൊരു പണിയില്ലേ? നിനക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ നീ നിന്റെ അഡ്രസ്സിലും ഓർഡർ ചെയ്താൽ പോരെ. ഇയാടെ ഉണക്ക ക്ലിപ്പ് വരാൻ വേണ്ടി ഇത്രയും ദൂരം പെട്രോളും കത്തിച്ച് ഞാൻ വരണം? പിന്നെ വലിയ ദൂരം 2 വളവിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ വരെ വന്ന് വെച്ച് നിനക്ക് ഒരു കുഴപ്പം സംഭവിക്കാനൊന്നും പോകുന്നില്ല. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടാ. അപ്പം വേറൊരു ഫ്രണ്ടിന് വേണ്ടി കുറച്ച് ത്യാഗമൊക്കെ സഹിക്കാം. മനുഷ്യന് ഇവിടെ പണിയും കഴിഞ്ഞ് ഒന്നൊരു പരിപാടിയിരിക്കുമ്പോഴോ അവിടെ ഒരു കൊറിയറും. ഞാൻ പോവാ. ഇയാള് പിണങ്ങി പോവാണോ? കാപ്പി പിടിച്ചിട്ട് പോവാ. എനിക്കൊക്കെ വേണ്ട നിന്റെ കാപ്പി. പിന്നെ മറ്റന്നാൾ ഒരു പെർഫ്യൂമും കൂടെ വരാനുണ്ട്, അതോടെ. തന്തയുടെ കാശ് ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഇമാതിരി അഹങ്കാരം കാണിക്കരുത്. എന്ത് കാശ്? കാശ് കൊണ്ട് നേടാൻ പറ്റാത്ത പലതും ഉണ്ടല്ലോ. എന്നാ വെടി എൻ്റെ അടുത്ത സാധനം. നിനക്കിത് വല്ല ഫാൻസി കടയിൽ നിന്ന് വല്ല വാങ്ങിച്ചാൽ പോരെ. എല്ലാം ഈ ഓൺലൈനിൽ നിന്ന് ഉണ്ടാക്കണം. മോനെ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അറിയാലോ, ഞാൻ എന്ത് ചെയ്താലും അതിനൊരു കാരണം കാണും. എന്ത് പറഞ്ഞാലും അതിനൊരു മറുപടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ നാളെ എന്നോട് അമ്പലത്തിൽ ഒന്ന് വരണേ. ഗൗരി, എനിക്കിതിലൊന്നും വിശ്വാസമില്ല. നീ ഈ കാര്യത്തിൽ മാത്രം എന്നെ വിളിക്കണ്ട. എന്നാ ശരി, ഞാൻ പോവും. പിന്നെ മറ്റന്നാൾ ഒരെണ്ണം കൂടെ വരാനുണ്ട്. കൊണ്ടുവരാം. നിനക്കൊരു കൊറിയർ വന്നിരിക്കുന്നു. അതാ ഗൗരിയുടെ. അതങ്ങ് വാങ്ങിച്ചു വെച്ചേ. അപ്പൊ പൈസയോ? പൈസ ഒക്കെ നേരത്തെ കൊടുത്ത. അമ്മ മോനോട് കാര്യം പറഞ്ഞാൽ മോൻ ദേഷ്യപ്പെടുമോ? മോൻ കൊറിയർ കൊടുക്കാനാണെന്നും പറഞ്ഞ് ഗൗരിയുടെ വീട്ടിലോട്ട് പോകണം. അമ്മേ, ഞങ്ങൾ ചെറുപ്പം മുതലേ ഉള്ള കൂട്ടുകാരൻ. അത് അമ്മയ്ക്കും അറിയാവുന്നതല്ലേ. അതൊക്കെ ശരിയാ. നാട്ടുകാരെന്തോ വിചാരിക്കും. കാണുന്നവരാണെങ്കിൽ ഇല്ലാത്തത് ഉണ്ടാക്കി പറയും. ആ കൊച്ചാനെ ചെറുപ്പം മുതലേ ഒരുപാട് അനുഭവിച്ചതാ. മോനെ, നമ്മളായിട്ട് അതിനൊരു വിഷമം കൊടുക്കണ്ട. അപ്പൊ അതാണല്ലേ സാറിന് ഇത്ര ഗൗരവം. എടാ, അംഗൻവാടി തൊട്ട് ഡിഗ്രി വരെ നമ്മൾ ഒന്നിച്ചാ. അന്നോട്ട് എനിക്ക് കൂട്ട് നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, എന്നെ സഹിക്കാനും മാത്രം ക്ഷമ നിനക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിനക്ക് എന്നെ, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. അപ്പൊ പിന്നെ ഈ നാട്ടുകാരെന്ത് പറഞ്ഞാലും നമുക്കെന്താ? പക്ഷെ അതല്ലടാ, അമ്മയ്ക്കാണ് നിന്നെ ഓർത്തിട്ട വിഷമം. എനിക്ക് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ചീത്തപ്പേരുണ്ടല്ലോ. അത് ശരിയാ. എടാ, പറയുന്നവര് പറഞ്ഞോണ്ടിരിക്കും. പിന്നെ 22-ാം വയസ്സിൽ വിധി വീഴ്ചകളിലാക്കി എന്നെ പറ്റി ആരെന്ത് പറഞ്ഞാലും എനിക്ക് സങ്കടമൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഈ മുറി വിട്ടൊരു ജീവിതം എനിക്കിനി സ്വപ്നം മാത്രമാണ്. പക്ഷേ ഈ നാട്ടുകാർ പറയുന്നതിൽ ചിലതൊക്കെ സത്യമില്ലേ എന്നൊരു തോന്നൽ. അല്ല, എന്താ ഈ മോന് തോന്നിയിട്ടുള്ള സത്യം? അത് നിനക്ക് എന്നോട് എന്തോ ഒരു ഇതില്ലേ? എന്ത്? അത് എന്ത്? പ്രേമോ? അതെല്ലോ, എനിക്ക് നിന്നോട് പ്രേമം തന്നെ. അല്ലെങ്കിൽ പിന്നെ എന്താ, എനിക്ക് പ്രാന്താണോ എൻ്റെ അഡ്രസ്സിൽ കൊറിയർ അയക്കാൻ, അത് നിന്റെ അഡ്രസ്സിൽ അയക്കാനായിട്ട്? ഇതൊക്കെ ഞാൻ നിന്നെ കാണാനുണ്ടാക്കിയ ഒരു സൂത്രമല്ലേ. പിന്നെ ഇതൊന്നും ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉള്ളതാ. പിന്നെ അന്നൊന്നും ഇതൊന്നും പറയാൻ പറ്റിയില്ല. പിന്നെ പറയാന്ന് വിചാരിച്ചപ്പം ശിഷ്ടകാലം വീൽ ചെയറിൽ. എങ്കിലും വെറുതെ എങ്കിലും ഒന്ന് പറയായിരുന്നു. ഒറ്റയ്ക്ക് കട്ടളപ്പടി കടന്നു വരാനുള്ള ആവത് പോലും എനിക്കിപ്പോൾ ഇല്ല. അപ്പോഴാ സ്നേഹം, പ്രേമം എന്നൊക്കെ പറഞ്ഞു. അന്ന് വിചാരിച്ചതാ നിന്നോട് ഇതൊന്നും പറയണ്ടെന്ന്. വെറുതെ നിനക്കും കൂടെ ഒരു ഭാരാന്ന് എന്തിനാ? എടാ, നീ പോവാണോ? 3-4 സാധനം കൂടെ വരാനുണ്ട്, അതുകൂടെ. ചേച്ചി, ഒരു കൊറിയർ ഉണ്ടായി. നിന്റെ ചേട്ടൻ എന്താടാ? അവനെ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ലല്ലോ. ചേട്ടൻ വീട്ടിൽ കുറച്ച് പണിയില്ല. പോട്ടെ.
താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക. आपके द्वारा डायल किया गया नंबर अभी व्यस्त है. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. ഒരു കൊറിയറുണ്ട്. ഹലോ, അവിടെ അല്ല, ഇവിടെ. കുഞ്ഞ് കരയുമായിരുന്നു. പോടാ, ഞാനൊന്നും കരഞ്ഞില്ല. എന്തിനാ വന്നാ? ചെക്കൻ്റെ കൊടുത്തു വിട്ടാ പോരായിരുന്നു. അതിപ്പോൾ എല്ലാവർക്കും എന്നെ പോലെ മെനക്കെടാൻ മനസ്സുണ്ടായെന്ന് വരത്തില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ഓ, വലിയ ത്യാഗം. ഞാനൊന്നും പറയുന്നില്ല. ഒന്ന് ക്ഷമിക്കടോ. ഡീ, നീ വാ, നമുക്ക് ഇടം വരെ പോകാം. തന്നെ കടൽ കാണിക്കാൻ കൊണ്ടുവന്നതാണോ? അതുകൊട്ടെ, എവിടായിരുന്നു ഇത്ര നാളും? അത് വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നതോ, അതാ. ഇതിന് മാത്രം പണിയെന്തോ നിങ്ങളുടെ വീട്ടില്? ഈയിടെയല്ലേ നിങ്ങളുടെ വീട് പണി കഴിഞ്ഞു? അത് ഞാൻ വീട്ടിലെ കട്ടളപ്പടിയൊക്കെ എടുത്താൻ കളഞ്ഞു. പിന്നെ ഒരു വീൽ ചെയർ കയറാനും ഇറങ്ങാനും പാകത്തിന് വീട്ടിലൊരു സ്ലോപ്പ് കിട്ടും. ഞാനും കൊണ്ടുപോകാം. ഇനി ഞാനുണ്ടാവും കൂടി. ആ കൊച്ചാനെ ചെറുപ്പം മുതൽ ഒരുപാട് അനുഭവിച്ചതാ മോനെ. നമ്മളായിട്ട് അതിനൊരു വിഷമം കൊടുക്കണ്ട. ഇല്ല, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇനി വിളിച്ചോണ്ട് പോടാ. ഞാൻ നോക്കിക്കോളാം എൻ്റെ മോളെ പോലെ. അമ്മ ഈ പറയുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. കാര്യം അവൾ എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരിയൊക്കെയാണ്. പക്ഷെ അവൾക്ക് എന്നോട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. അത് നീ നേരിട്ടങ്ങ് ചോദിക്കടാ. ഒരു വാക്കിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. എന്നാലും അവളെ നീ നല്ലതുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. അത് വേണോ? മക്കൾ പോയി ചോദിക്കടാ. ചേട്ടാ, ഒരു ഫോട്ടോ എടുത്തരൂ.